കട്ടക്കരിപ്പന്റെ ഉണ്ടക്കണ്ണി. രചന അന. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. ആദി, നീ എന്താ ഗൗരിമോളെ ചെയ്ത്? ഞാനെന്ത് ചെയ്യാൻ? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തു പറ്റി മോളെ? അമ്മ ചോദിച്ച അവളെ എന്നെ കണ്ണുരുട്ടി നോക്കി. ഞാൻ ദയനീയമായിട്ട് പറയില്ലേന്ന് ആംഗ്യം കാണിച്ചു. അതമ്മേ, ഞാൻ പെട്ടെന്ന് കിടന്നപ്പോ രക്ഷപ്പെട്ടു മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി മോളെ? ഞാൻ ബെഡിൽ കിടന്ന് ഈ ആദ്യനെ വലിച്ച് താഴെയിട്ടു. എടി മഹാഭാവി, നിന്നെ വിശ്വസിച്ച് എനിക്ക് ഇത് തന്നെ കിട്ടണം. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തരാതെ അമ്മേന്റെ ചെവിക്ക് പിടിച്ചു. അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തല്ല, അറിയാതെ പറ്റിപ്പോയതാ. വസു, നീ അവന്റെ ചെവിക്ക് പിടിക്കാൻ മോളെ പോയി നോക്ക്. അച്ഛൻ പറഞ്ഞു നന്നായി, അല്ലേ അമ്മേന്റെ ചെവി കല്ലാക്കിയാനെ. ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് അമ്മ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വരാൻ പറഞ്ഞു. വേദന കൊണ്ടാണെന്ന് തോന്നുന്നു. അമ്മ ബെറ്റാണിയും പറ്റുമ്പോഴൊക്കെ അവൾ അടുത്തുനിന്ന് എൻ്റെ കൈ മുറുകെ പിടിച്ചു. ഗൗരിക്ക് വേദന കൂടി വരുമ്പോൾ എനിക്കും വേദനയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ആ കുട്ടി പിശാച് കയ്യിലെ മുഴുവൻ നഖങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിൽ അമർത്തിക്കൊണ്ടേയിരുന്നു. ഒന്നും പറയാൻ നിന്നില്ല, കാരണം ഇത് വരുത്തി വെച്ച ഞാൻ തന്നെയല്ലേ. അമ്മ മുറിവൊക്കെ നന്നായി കെട്ടിക്കൊടുത്തു. അവളെ താങ്ങി പിടിച്ച് ബെഡിൽ വിരുത്തി. അവർ രണ്ടുപേരും അവളോട് പറഞ്ഞ് പോവാൻ തിരിഞ്ഞ് അതേ സ്പീഡിൽ തിരിച്ചും തിരിഞ്ഞു. പോവാൻ നിന്ന് അച്ഛനും അമ്മയും ഒറ്റ തിരിച്ചിലായിരുന്നു. അമ്മേനെ ദഹിപ്പിക്കുന്ന തരത്തിലൊരു നോട്ടം നോക്കി. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത്, സോഫയിൽ വിരിയും തലയിലും കണ്ടിട്ടാണെന്ന്. അമ്മ എന്നെ ആദ്യം പിന്നെ സോഫയിലേക്ക് മാറി മാറി നോക്കി. നിങ്ങൾ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. വരൂ ഏട്ടാ, എന്ത് കാണാൻ നിൽക്കുക? ഇതുവരെ നോട്ടം കൊണ്ടുപോലും അമ്മേനെ വേദനിപ്പിക്കുകയോ വഴക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് എനിക്ക് ശരിക്കും വിഷമമായി. ആദ്യം പിന്നീട് ഒന്നും മിണ്ടാ പോയി കിടന്നു. ഞാനും ഉറങ്ങിപ്പോയി. രാവിലെ മടിച്ചാണ് അടുക്കളയിൽ ചെന്ന്. അമ്മ തിരക്കിലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ ഉണ്ടായില്ല. അമ്മ വളരെ കൂളായിരുന്നു. എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ സംസാരിച്ചു. അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണ്. എന്നാലും കുറച്ച് ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടോ. ആദ്യം കിട്ടിയ അച്ഛൻ്റെന്ന്. പ്രാതൽ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ആകെ ഒരു പന്തി കേട്. ഗൗരിയെ നോക്കിയപ്പോൾ ആൾ എത്തിയിട്ടില്ല. നേരെ റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോഴേക്കും അവൾ എത്തിയിരുന്നു. പിന്നെ ആകെ ബഹളമയമായി. രാവിലെ ഇറങ്ങിയ തൊട്ട് തിരിച്ചിവിടെ എത്തിയവരെയുള്ള കാര്യങ്ങൾ വള്ളി തെറ്റ അമ്മയെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. അമ്മയെല്ലാം കേട്ട് ചിരിക്കുന്നു, കളിക്കുന്നു. ചിരിക്കുന്ന കാണുമ്പോൾ തോന്നുന്നു നല്ല ക്ലാസ് കോമഡിയാണെന്ന്. പക്ഷെ നല്ല കട്ട ചളി പറഞ്ഞാണ് അമ്മായി അമ്മയും മരുമോളും ചിരിക്കുന്നത്. അത്തായം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ അവിടെ എന്തോ മിസ്സിങ്ങൾ പോലെയല്ല, മിസ്സിങ് തന്നെ. റൂമിൽ നിന്ന് സോഫ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അമ്മ എന്തെങ്കിലും പണി തരുമെന്ന് ഇന്നലത്തെ നോട്ടം കണ്ടപ്പോൾ തോന്നി. എന്നാൽ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. ഇനിയിപ്പോൾ ഒരു വഴിയില്ല. ഗൗരിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽപ്പുണ്ട്. അതെ, എനിക്ക് കിടക്കണം. എനിക്ക് പക്ഷെ എങ്ങനെ? ഒരുമിച്ച് ബെഡ് കിടക്കലാണ്ട് വേറെ വഴിയില്ല മോളെ. അയ്യോ, തൻ്റെ കൂടെയോ? അല്ല, അപ്പുറത്തെ വീട്ടിലെ ശങ്കരചേട്ടൻ്റെ കൂടെ. എന്തേ? മര്യാദക്ക് സംസാരിക്കണം, അല്ലാണ്ട് പിന്നെ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കുക? ഞാൻ നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല. പോത്ത് നിങ്ങളുടെ കെട്ടിയോൾ. അപ്പൊ അറിയാലേ, വല്ലാത്ത മുതൽ തന്നെ. ഇപ്പൊ ചാടിത്തുള്ളി ബെഡിൽ കിടന്നു. ഞാനും മറുസൈഡിൽ കിടന്നു. ഞാനൊന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും മേലെന്തോ തട്ടി. ഞാൻ കുറച്ച് നീങ്ങി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ പിന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ അവളുടെ കൈമാറ്റി പിന്നെയും കൂടെ കിടന്നു. പക്ഷെ ആ കുരിശ് ഇത് തന്നെ തുടർന്നു. കരുതി കൂടി ചെയ്യുന്നതാണെന്നാണ് തോന്നിയത്. എന്നാൽ ആള് നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുന്ന കണ്ടപ്പോൾ വിളിക്കാനും തോന്നില്ല. ഞാൻ പിന്നെയും സൈഡിൽ ഒതുങ്ങി കിടന്നു. ആ കിടപ്പ് അധികം നേരം നീണ്ടുന്നില്ല. ഒരൊറ്റ ചവിട്ടാ ഞാൻ നിലത്തെത്തി. ദേഷ്യം വന്ന് എഴുന്നേറ്റ് കുറെ വിളിച്ചു. എണീക്കുന്നേ ഇല്ല. അവസാനം കുലുക്കി വിളിച്ചു. എഴുന്നേറ്റ്. എന്തേന്നോ? മനുഷ്യന്മാരെ ചവിട്ടി നിലത്തിട്ടും പോരാ ഞാൻ അവിടെ ഒരു ചോദ്യം. എന്തേന്ന്? ഞാൻ അങ്ങനെ തന്നെ ആദി. അയ്യോടാ, അവളത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അത്രയ്ക്കും ക്യൂട്ടായിരുന്നു അവളുടെ മറുപടി. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഞാൻ ചോദിച്ചതിന് ഇത്ര മാന്യമായിട്ടുള്ള മറുപടി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒരുമിച്ച് കിടക്കണ്ടെന്ന്. മതി, നിർത്ത്, വന്ന് കിടക്ക്. ഇനി തിരിയാതെ നോക്ക്. ഇനി അവൾ സൂക്ഷിക്കുമെന്ന് കരുതി എനിക്ക് തെറ്റി. പിന്നെയും ഇതെന്നെ ആവർത്തിച്ചു. അവസാനം സൈകിട്ട് ഞാൻ അവളെ വട്ടം ചുറ്റി പിടിച്ചു. പെട്ടെന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് ആളൊന്ന് ഞെട്ടി. ഞാൻ പിന്നെ ഉറക്കത്തിലേക്ക് വീണപ്പോഴാണ് ആരോ എന്നെ വട്ടം ചുറ്റി പിടിച്ചിരിക്കുന്നു. ഞാനൊന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നെ മര്യാദക്ക് വിട്ടോ നീ അടങ്ങി കിടക്കുമോ? അത് ഉറപ്പില്ലാലേ. എന്നാലൊരു തീർപ്പുണ്ടാകുന്നവരെ ഇങ്ങനെ കിടക്കും. എനിക്ക് ഉറങ്ങണം കേട്ടോടി ഉണ്ടക്കണ്ണി. എനിക്ക് ആ നാണം വന്നിട്ട് വയ്യ. ആദ്യം ഒരു കൈ കൊണ്ട് വട്ടം പിടിച്ചാണ് കിടക്കുന്നത്. കുറേ നേരം ഉറക്കില്ലാതെ കിടന്നു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മുമ്പെങ്ങും ഇല്ലാത്തൊരു പ്രത്യേകതരം ഫീൽ. പിന്നീട് എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ ആദിയുടെ കൈക്കുള്ളിൽ തന്നെയായിരുന്നു. അല്ലാച്ചാൽ ഞാൻ എണീക്കുമ്പോഴേക്കും ജോഗിങ്ങിന് പോകുന്ന ആളാണ്. ഇന്ന് പക്ഷെ നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. രാവിലത്തെ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എങ്ങുമില്ലാത്തൊരു കള്ളച്ചിരി. ഞങ്ങൾ ഇന്നലെ പെടുത്തിയതിൻ്റെയാണ്. എന്തേ ആദി, ഇന്ന് ഓടാൻ പോയില്ലേ? ഇല്ലമ്മേ, ഉറങ്ങിയപ്പോൾ ലേറ്റായി. അപ്പോൾ ഇന്നലെ സോഫ എടുത്തുകൊണ്ട് പോയതിന് ഗുണമുണ്ടായില്ല വസു. എൻ്റെ ദൈവമേ, ഈ അച്ഛനെന്തൊക്കെയാ പറയുന്നത്? ആദ്യം അച്ഛനെ ഇരുത്തി നോക്കിയിട്ട് എണീറ്റ് പോയി. ഞാനും പതുക്കെ കഴിച്ചിറങ്ങി. രാവിലെ തന്നെ അച്ഛൻ നന്നായി തൂക്കി. അവളെന്നാൽ ഇനിയും കളിയാക്കൽ കേൾക്കേണ്ടി വരുന്നതുകൊണ്ട് ഇന്ന് ലീവായിരുന്നിട്ട് പോയി ഞാൻ ഓഫീസിൽ പോയി.
കുറച്ചു നേരം തേരാപ്പാരം നടന്നതിന് ശേഷം ഉച്ചയ്ക്ക് വീട്ടിലോട്ട് പോന്നു. ഗൗരി ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനമായിട്ട് ഊണഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. ആദി, എന്താമ്മേ? ഞങ്ങൾ രണ്ടാളും കൂടി നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി വരാം. മോനെ, ഗൗരി വരുമ്പോൾ പറഞ്ഞേക്ക്. ഓക്കെ സാർ. അവർ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു വണ്ടി വന്നു കണ്ട് ഞാൻ ബാൽക്കണിയിൽ ചെന്ന് നിന്നു. കുട്ടി പിശാചായിരുന്നു, നല്ല ഹാപ്പി മൂഡിലാണ്. അപ്പോഴേക്ക് അവിടേക്ക് നമ്മുടെ പരദൂഷണം ശാന്ത ചേച്ചി വന്നു. എവിടെ പോയതാ? ഞാൻ ജോലിക്ക് പോയി വരുന്ന വഴി ചേച്ചി. അതാവൂല്ലേ വസുവിനെ ശേഖരനെ കൂടെ പോവാത്ത? അവരിവിടെ ഇല്ലേ? ഇല്ല, ഞാൻ വരുന്ന വഴിക്ക് അവർ പോകുന്ന കണ്ടു. ഇവരിത് എങ്ങോട്ട് പോയി? വാതിൽ തുറന്നെടുക്കാണല്ലോ. ഞാനെന്നാ പൊക്കോട്ടെ ചേച്ചി. തമ്പുരാട്ടിക്ക് ഞാൻ ഇവിടെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരവ്. ഞാൻ വീട്ടിൽ കയറിയിരുന്നു. അവളെന്തോ പാട്ടും പാടി ചാടിത്തുള്ളി ഗോവണി കയറി വരുന്നുണ്ട്. അത് ചവിട്ടി പൊളിക്കാൻ പറ്റുന്ന തരത്തിലാണ് ചാടി ചാടി വരുന്നത്. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലാതെ പെണ്ണ് ഇത്ര ഹാപ്പി ആവേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റണം. ഇതിപ്പോൾ അങ്ങനെയും അല്ല. എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ട്. ആൾക്ക് പറ്റിയൊരു പാട്ട്, പിന്നെ എവിടെയും കാണാത്തൊരു ഡാൻസ്. എന്നെ കണ്ടത് ആ ഉണ്ടക്കണ്ണ ഇപ്പോൾ പുറത്തേക്ക് ചാടുന്ന രീതിയിലായി. പാട്ടി വിക്കി വിക്കി പോയി. കക്ഷി ആകെ ചമ്മി നാറിയിട്ടുണ്ട്. കാരണം എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ബാക്കി പാടി ഉണ്ടക്കണ്ണി ആടി. നിന്റെ കൂടെ കൂടിയ മുതലേ എൻ്റെ ലൈഫ് ഫുള്ള് വേസ്റ്റ് തന്നെയാ. രമ്യയുടെ കൂടെ നീ നല്ല കളർഫുള്ളായനെ. ഡേ പുല്ലേ, നീ കുറയാലോ എന്തിനു രമ്യ വിളിക്കുന്നു. ഇനി മേലാളോടെ പേരോട് വേണ്ടി എന്നെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. ഓ പിന്നെ ഇങ്ങോട്ട് വന്നാ മതി, ഞാൻ നിന്നേരം. ഒന്ന് പോടാ ഡീ. പിന്നെ അമ്മയച്ഛൻ എങ്ങോട്ടാ പോയേ? നീ അത് വിട്. ഇന്നത് ഇത്ര ഹാപ്പി. വല്ലവർക്കും വല്ലതും പണിയും കൊടുത്തോ? അതൊക്കെ ഉണ്ട്. അത് ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? നീ ഞാൻ ചോദിച്ചു പറ. പറ്റില്ല, ഫസ്റ്റ് ഞാനേ ചോദിച്ചു. അപ്പൊ എനിക്ക് തന്നെ ആദ്യം ഉത്തരം വേണം. ഇതിന് വട്ടാണോ? അവർ രണ്ടൊരു അമ്പലത്തിൽ പോയതാ. ഇനി നീ പറ. അതൊന്നുമില്ല. എന്നോട് പറയാൻ പേടിയാണെങ്കിൽ പറയണ്ട. പിന്നെ തന്നെയൊക്കെ ആര് പേടിക്കാനാ? ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാ. അത് പിന്നെ നാളെ വരുന്നു. എൻ്റെ ഓഫീസിലെ ചുള്ള മാനേജറുണ്ട്. അത് അങ്ങേരുന്നെന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു. ദൈവമേ, ഇനി അതേത് കുരിശ. ഒരുത്തിപ്പോൾ പോയുള്ളൂ, ഇനി ഇവളും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്ത് അങ്ങേര് പോലെ കണ്ണുകൂട്ടണ മറ്റാണോ? അതിന് ഇത്തിരി പൊളിക്കും മോനെ. നല്ല ചുള്ളൻ ചെക്കനാ. ഓഫീസിലുള്ള മറ്റുള്ള സ്റ്റാഫെല്ലാം പിന്നാലെ നടന്നിട്ടും എന്നെ ഇഷ്ടമായത്. വേണമെച്ചാൽ ഫോട്ടോ നോക്കിയേക്ക്. ആദ്യം എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ അവൾ ഫോട്ടോ വരെ കാണിച്ചു തന്നു. ഫോട്ടോയിലുള്ള പയ്യനാണെങ്കിൽ നല്ല ഗ്ലാമറുണ്ട്. എനിക്ക് വയ്യ. എന്നെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ കളിച്ചതാ. ഓഫീസിലെ മാനേജർ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു. പോരാത്തിന് ഞാൻ മുന്നേ നോക്കിയിരുന്ന ചേട്ടനില്ലേ, അങ്ങേരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. മണ്ട വിശ്വസിച്ച മട്ടുണ്ട്. ഓഫീസിലെ പുതിയ പ്രോജക്റ്റ് ഡയറക്ടറിനെ ഏൽപ്പിച്ച സന്തോഷത്തിൽ പറയാനായിട്ട് വന്നപ്പോൾ അമ്മയില്ല ഇവിടെ. അപ്പോഴവൻ്റെ ഒരു ചോദ്യവും പറച്ചിലും. എന്തായാലും ഒന്ന് കളിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും ഒന്ന് കളിച്ചേക്കാലേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാം? ആൾക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞാണെന്ന് അറിയില്ല. പറഞ്ഞുകൂടായിരുന്നോ? എന്തിന്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പറഞ്ഞുമില്ല. ആദിക്ക് ചെറുതായിട്ട് പേടിയുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ആദി, ഞാൻ തന്നെയും കൊണ്ടേ പോകും. അതിന് യാതൊരുവിധ സംശയവും ഇല്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.